എല്ലാവർക്കും നമസ്കാരം. ഇത് ശരിക്കുള്ള ഞാനല്ല കേട്ടോ. ഞാൻ വേറെ എവിടെയോ ഇരിക്കുകയാണ്. ഇത് AI കൊണ്ടുണ്ടാക്കിയ ഞാനാണ്. നിങ്ങൾക്ക് എന്നോട് എന്തും ചോദിക്കാം. ചോദിക്കുന്നതിന് ഞാൻ കൃത്യമായി മറുപടി തരും. അത് നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് സജ്ന ഫിറോസ് അല്ല, സജ്ന നൂർ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സജ്ന നൂറിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ പോസ്റ്റ് തൊട്ടടുത്ത ദിവസം രാവിലെ ഡിലീറ്റ് ആവുന്നു. സജിന് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വരുന്നത് രാത്രിയിലാണ്. അതായത് ഇന്നിടുന്ന പോസ്റ്റ് നാളെ രാവിലെ ഡിലീറ്റ് ആവുന്നു. ഒരുപാട് ആൾക്കാർ കണ്ടതിന് ശേഷം അത് ഡിലീറ്റ് ആവുന്നു. സജിന അറിഞ്ഞത് ഭയങ്കര ലേറ്റ് ആയിട്ടാണെന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രി സജിന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വന്നു. അത് ഞാനല്ല, ആ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു. എൻ്റെ പൊന്നോ, ഇതാരോടാ പറയുന്നുള്ള ഒരു അല്പം ചിന്തിക്കണ്ടേ? ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. നിങ്ങളുടെ പേഴ്സണൽ കാര്യം പബ്ലിക്കിൽ വന്ന് സംസാരിക്കുമ്പോൾ മാത്രമാണ് പബ്ലിക്കിൽ ഓഡിറ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ സംസാരിക്കുന്നത്. അതിപ്പോൾ നിങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് മാത്രം. കുറച്ച് നാളുകൾക്ക് മുൻപുണ്ടായ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മളതേക്കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞതാണ്. അതൊക്കെ അവസാനിച്ചു. അപ്പോഴാണ് സജിനയുടെ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വരുന്നത്. ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്ക് അത് ആ പോസ്റ്റ് വച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ വച്ചേ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയാണ്. എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയാനുള്ള ഒരു കാര്യം, ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ സജിനയുടെ അക്കൗണ്ടിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് അവരുടെ പ്രൊഫൈലുകളിൽ പോസ്റ്റേഴ്സ് ആയിട്ടൊക്കെ ഇത് വന്നിട്ടുണ്ട്, വാർത്തയായിട്ടുണ്ടായിരുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ടാവും. ആ പോസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്യൂ, അറിയാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ ഈ വീഡിയോ ചെയ്ത സമയത്ത് എനിക്കൊരു കമൻറ്റ് വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞൊരു മാറ്റർ വെച്ചിട്ട്, അതായത് നമ്മൾ കുട്ടികൾക്ക് ബുക്സും ബാഗൊക്കെ കൊടുത്ത കാര്യം സംസാരിച്ചല്ലോ, അതിന് നമ്മുടെ ഒരു സുഹൃത്ത് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തു. അതിൻ്റെ താഴെ എന്തോ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ലേഡി വന്നിട്ട് ഒരു കമൻറ്റ്, എന്തിനാ കൺഗ്രാജുലേഷൻസ്, പരദൂഷണത്തിനാണോ? ഈ ഓരോരുത്തരും കാണിക്കുന്ന തോന്നിയവാസങ്ങളെ വലിച്ചു കീറുന്നതിന് പരദൂഷണമാണ് എന്നാണ് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പരദൂഷണം തന്നെയാണ്. അതിനെ മാറ്റി തരാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അതിനകത്ത് ഞാൻ ആ കമൻറ്റുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാത്തത്, അവർ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ ഒരുമാതിരി എന്താ പറയുക, ഒരു ആക്ഷേപഹാസ്യത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് വിട്ടു. പിന്നെ വിമർശനം അത് ഏത് ലെവലുള്ള വിമർശനമാണെങ്കിലും സ്വീകരിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിനകത്ത് കാര്യമുണ്ടായിരിക്കണമെന്ന് മാത്രം. ഇത് അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി മാത്രം. ഇതിൻ്റെ താഴെ വന്ന് മെഴുകിക്കോ, പ്രശ്നമില്ല. അപ്പോൾ നമുക്കെന്തായാലും ഈ പറയുന്ന സജിനയുടെ പോസ്റ്റ്, ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് താല്പര്യം തോന്നാത്തതുകൊണ്ട് ഞാൻ വയ്ക്കാത്തതാണ്. ആ പോസ്റ്റ് വെച്ചില്ല. പക്ഷേ ഇന്നത് വെച്ചേ പറ്റിയൊരവസ്ഥയാണ്. കാരണം ഇത് സജിന ഇട്ട പോസ്റ്റ് അല്ലെങ്കിൽ സജിനയ്ക്ക് അറിയുന്ന ആരെങ്കിലും ഇട്ട പോസ്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം സജിനയുടെ ഫോണിലുള്ള ഫോട്ടോസ് അതെങ്ങനെയാണ്, സജിന പറയുന്നത് പ്രകാരം ഇത് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്തു, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്കായി പോയി, അതിൻ്റെ പേരിലാണ് ഈ പറയുന്ന സംഭവം ഉണ്ടായത്, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് സജിന പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സജിന അറിയാതെ സജിനയുടെ മൊബൈൽ ഫോണിലുള്ള പേഴ്സണൽ ഫോട്ടോ, സജിന ആരെയാണോ മെൻഷൻ ചെയ്യുന്ന ആ വ്യക്തി, ആ ഫോട്ടോയിൽ ആരെയാണോ മെൻഷൻ ചെയ്തത്, സജിനയുടെ കൂടെ നിൽക്കുന്ന വ്യക്തി ആരാണോ അയാളുമായിട്ടുള്ള ഫോട്ടോ, അത് പേഴ്സണൽ ഫോട്ടോയാണ്. ഒരു പ്രൊഫൈലിലും അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലും ഷെയർ ചെയ്യാത്തൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോ എങ്ങനെ ഹാക്കറുടെ കയ്യിലെത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കാം. സജിന ഇട്ട ഇൻസ്റ്റഗ്രാം സ്റ്റോറി, അതിനകത്ത് നിങ്ങൾ നോക്കുക, ഒരു സ്ത്രീ നിൽക്കുന്നു. ആ സ്ത്രീ ആരാണെന്നുള്ളത് വ്യക്തമല്ല, കാരണം ഫേസ് ഇല്ല. ആ സ്ത്രീയുടെ വയറ് ജസ്റ്റ് വീർത്തിട്ടുള്ളൊരു വയറാണ്. അവിടെ ഒരു കുഞ്ഞിൻ്റെ വളർന്നു വരുന്ന ഒരു ഭ്രൂണത്തിൻ്റെ 9 വീക്സ് ആയിട്ടുള്ള ഒരു പിക്ക് അതവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി റസുൽ പൂക്കുട്ടി, അയാളും സജിനയും കൂടി നിൽക്കുന്നൊരു ഫോട്ടോ. ഇത് പേഴ്സണൽ ഫോട്ടോ ആണല്ലോ, അല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി ഈ തിങ്സൊക്കെ നോക്കിക്കോ. സജിനയുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ കവർ നോക്കിക്കോണം. ഇനി സജിനയുടെ വിരലിൽ കിടക്കുന്ന മോതിരങ്ങൾ 1, 2, 3 മോതിരം കിടപ്പുണ്ട്. ഓക്കെ, ഈ മോതിരത്തിൻ്റെ ഡിസൈൻ നിങ്ങൾ നോക്കി വയ്ക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സജിനയുടെ ഇന്നലത്തെ വന്ന വീഡിയോ, ആ വീഡിയോയിൽ തന്നെ വ്യക്തമാണ് സജിനയുടെ കൈ കിടക്കുന്ന മോതിരം നോക്കിയേ, അതേ 3 മോതിരം കിടപ്പുണ്ട്. ഓക്കെ, അതേ 3 മോതിരം കിടപ്പുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ പേഴ്സണൽ ഫോട്ടോ അല്ലേ? അതും ഒരു മിറർ സെൽഫിയാണത്. മിറർ സെൽഫി എടുത്ത് സജിനയുടെ ഫോണിലുള്ള ഫോട്ടോ, ഈ മിറർ സെൽഫി സജിനയുടെ ഫോണിൽ മാത്രമേ കാണുള്ളൂ. സെൽഫിയാണ്, വേറെ ആരും എടുത്ത ഫോട്ടോ അല്ല. അപ്പോൾ ആ സെൽഫി സജിനയുടെ ഫോണിൽ മാത്രമേ കാണുള്ളൂ. ഈ സജിനയുടെ ഫോണിൽ മാത്രമുള്ള ഫോട്ടോ സജിന കൊടുക്കാതെ ഹാക്കറുടെ കയ്യിലെത്തു. പറയുന്നത് ആരോടാണ്? ഒന്നുകിൽ ഇതേക്കുറിച്ച് അനലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുള്ള ബോധം വേണം. അതല്ലെങ്കിൽ ഇങ്ങനെ പറയാതിരിക്കണമായിരുന്നു. ആ പറയാതിരിക്കേണ്ട ഒരു മര്യാദ കാണിക്കാമായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ വന്നു, അത് ചർച്ചാവിഷയമായി, അത് ആ വഴിക്ക് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും എന്താണ്, അത് ചർച്ചയ്ക്ക് വഴിതെളിക്കുകയാണ്. കയ്യിൽ നിന്ന് പോയിന്ന് മനസ്സിലായപ്പോൾ വന്ന് ന്യായീകരിക്കുകയാണ്. ആ ന്യായീകരണമൊക്കെ നമുക്ക് കേൾക്കാം. ഇനി ഈ കഴിഞ്ഞിട്ട് സജിനയുടെ കയ്യിലുള്ള മൊബൈലിൻ്റെ കേസ് നമുക്കതൊന്ന് കണ്ടു നോക്കാം.
ഇതിൽ സജനയുടെ കയ്യിലുള്ള മൊബൈൽ കേസ് നോക്കിയേ. ഈ സെയിം മൊബൈൽ കേസ് തന്നെയല്ലേ ഇതിനകത്തുള്ളത്? സെയിം മൊബൈൽ കേസ് തന്നെയല്ലേ ഈ കാണുന്നത്? അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ ഫോട്ടോ എക്സാക്ട്ലി സജനയുടെ തന്നെയാണ്. അതുപോലെ ഈ പേഴ്സണൽ ഫോട്ടോ സജനയുടെ ഫോണിലുള്ള ഫോട്ടോയാണ്. അതെങ്ങനെയാണ് ഹാക്കറുടെ കയ്യിൽ വരുന്നത്? നമുക്കിനി സജനയുടെ ന്യായീകരണം ഒന്ന് കേട്ട് നോക്കാം. സജന എന്താണ് ആ ന്യായീകരണത്തിൽ പറയുന്നത്? ഹലോ, എൻ്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. ഹാക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണെന്ന്. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്. നിങ്ങൾ ആലോചിക്കുക, മെനിഞ്ഞാന്നാണ് ഈ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വരുന്നത്. സ്റ്റോറിയും ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൻ്റെ താഴെ സായി, നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി പോയി കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സായി തന്നെ സമ്മതിക്കുന്നുണ്ട്. സായി തന്നെ പറയുകയും ചെയ്തു, ഞാൻ കൺഗ്രാറ്റ്സ് പറഞ്ഞു, കാരണം ഇവർ തമ്മിലുള്ള റിലേഷൻ എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൺഗ്രാറ്റ്സ് പറഞ്ഞതെന്നൊക്കെ സായി പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഹാക്കിങ്ങിൻ്റെ പരിപാടി കണ്ടപ്പോഴേക്കും, അല്ലെങ്കിൽ ഹാക്ക് ചെയ്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ സായിയും വണ്ടറടിച്ചെന്നാണ് പറയുന്നത്. കൊടുത്ത കൺഗ്രാജുലേഷൻസ് വേസ്റ്റായി പോയെന്നാണ് സായി പറയുന്നത്. സജനയ്ക്ക് ശരിക്കും ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, സജനയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേറൊരാളാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്തും ചെറിയൊരു കള്ളം ഉണ്ടോ എന്നൊരു സംശയം, അത് ഞാൻ തെളിയിക്കാം. നമുക്ക് ബാക്കിയേക്കാം. പിന്നെ കൺഗ്രാജുലേഷൻ അന്നേരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക് ഇട്ട് തന്നപ്പോഴാണ് ഓരോരുത്തരുടെ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം ഇത് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തതും ഞാൻ ഷാലുവിനെ വിളിച്ച് പാനിക്കായിട്ട് എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാലുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെനിഞ്ഞാന്ന് വന്ന പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി മെനിഞ്ഞാന്ന് വന്നതാണ്. ഇന്നലെ രാവിലെയാണ് ഈ പോസ്റ്റ് ഡിലീറ്റ് ആവുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റോറി വരുമ്പോൾ സജനയല്ല അത് ചെയ്തെങ്കിൽ, സജന ഇത്രയും സെലിബ്രിറ്റി ഇമേജ് ഉള്ള ഒരാൾ, സജനെ അറിയുന്ന ആൾക്കാർ ഓൾമോസ്റ്റ് എല്ലാവരും ആ ഫോട്ടോ കണ്ടു, അല്ലെ സ്റ്റോറിയോ റീലോ എന്തോ ആയിക്കോട്ടെ, അത് കണ്ടു. ആരെങ്കിലും ഒരാൾ വിളിച്ചു ചോദിക്കായിരിക്കും, സജന ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ, അത് എന്താ സത്യം, അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് വിളിച്ച് പറയാതിരിക്കുമോ? ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് ഡിലീറ്റ് ആവുന്നത്. ഇനി ആ പോസ്റ്റ് ഡിലീറ്റ് ആയതിനു ശേഷം ഏകദേശം ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സജന ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കായി പോയി എന്ന് വെച്ചോ, നിങ്ങൾക്ക് ഓൺലൈൻ മീഡിയാസുമായിട്ടൊക്കെ കോൺടാക്റ്റ് ഉണ്ടാവും. അവരിൽ നിങ്ങളുടെ ഇങ്ങനൊരു വീഡിയോ, ഇങ്ങനൊരു സ്റ്റോറി വന്നപ്പോൾ അത് വാർത്തയാക്കിയ ഓൺലൈൻ മീഡിയാസ് നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയി, സോ ഇനി വരുന്ന പോസ്റ്റുകളൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വാർത്തയാക്കില്ലേ? ഇതൊന്നും വേണ്ട. നിങ്ങളുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഷാലു ബൂം എന്ന് പറയുന്ന ഒരു ആങ്കർ ആണെന്ന് പറയുന്നു. ഓക്കെ, അവരാണെന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞു. അവരുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഈ കാര്യം ഷെയർ ചെയ്യാമല്ലോ. നിങ്ങൾ അതും ചെയ്തില്ല. എന്തിനാണ് പറ്റിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയുമായിട്ടുള്ള എന്തോ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ ഈ സാധനം എടുത്ത് പോസ്റ്റ് ചെയ്തു. ഇത് മുൻപ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫിറോസുമായിട്ടുള്ള വിഷയത്തിലും നിങ്ങളാണ് ആ പ്രശ്നം തുടങ്ങി വെച്ചത്. ഓക്കെ, നിങ്ങൾ ലൈവ് വന്നു, ആ ലൈവിൽ നിങ്ങൾ എന്തൊക്കെയോ വായി തോന്നി വിളിച്ച് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ തന്നെ വന്ന് പറയുന്നു ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാളില്ല എന്ന് പറയുന്നു, അതങ്ങനെ അല്ല എന്ന് ഫിറോസ് വന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചോടെ. ഇവിടെയും തുടങ്ങി വെക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പ്രൊഫൈലിലൂടെയാണ് വരുന്നത്. നിങ്ങളാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങളുടെ പ്രൊഫൈലിലൂടെ വരുന്നത്. അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ അറിഞ്ഞിട്ടില്ല, ഹാക്ക് ചെയ്തുകൊണ്ട് പോയി. നിങ്ങളുടെ ഫോണും ഹാക്ക് ചെയ്തോ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്ത്, ഓക്കെ മനസ്സിലായി, നിങ്ങളുടെ ഫോണും ഹാക്ക് ചെയ്തു. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരോ ഒരാൾ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ എന്ത് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഇത്തരം ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിക്കൊണ്ട് വരണമെങ്കിൽ നിങ്ങൾക്കിട്ട് പണിയണമെന്ന് തീരുമാനിച്ച ആരോ ഒരാൾ നിങ്ങളുടെ കൂടെ നിൽപ്പുണ്ട്. ഇനി അത് അങ്ങനെയാണെങ്കിൽ, ഈ ഹാക്കിംഗ് മെത്തേഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഫോണിൽ നിന്ന് പോകാതെ ഈ ഫോട്ടോ പുറത്ത് പോകില്ല. ഒരിക്കലും ഹാക്കർക്ക് ഇൻസ്റ്റാഗ്രാം വഴി നുഴഞ്ഞു കയറിയിട്ട് ഫോണിനകത്തുള്ള ഗാലറി കിടക്കുന്ന ഫോട്ടോ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ബാക്കിയേക്കാം. അപ്പോൾ ഷാലുവിനെ ഞാൻ വിളിച്ചിട്ട്, ഷാലു പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധനമാണ്, ഷാലു എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയാം, എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, നീ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അവളും നോക്കിയിട്ട് അവൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ എന്തൊക്കെയോ ചെയ്ത് റിക്കവർ ചെയ്ത് എടുത്തതാണിത്. എന്തെങ്കിലും തെളിവുണ്ടോ? ഈ ഷാലു അവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം എന്തൊക്കെയോ ചെയ്ത് എല്ലാം റെഡിയാക്കി എന്നൊക്കെ പറഞ്ഞ ലെവലിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഓൺലൈൻ മീഡിയാസിനോടോ അല്ലെങ്കിൽ ഷാലുവിനോടോ തന്നെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടിയിക്കാമായിരുന്നു. ഇങ്ങനെ അക്കൗണ്ട് ഹാക്കായി പോയി, സോ ഇനി വരുന്ന പോസ്റ്റ് ഒന്നും എൻ്റേതല്ല, കഴിഞ്ഞൊരു പോസ്റ്റ് ഇങ്ങനെ വന്നു, അതും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറയാമായിരുന്നു. ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടി തന്നെയല്ലേ? 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. ഒന്ന്, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ നിങ്ങൾ അയാളെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടു, എക്സ്പോസിങ്. ഇത് മുൻപും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ വിളിച്ചിട്ട്, കാരണം ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കല്യാണം കഴിക്കുകയോ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയോ ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ആൾക്കാർ സംസാരിക്കുന്നത് 2 പേർക്കും ഫാമിലി ഇപ്പോഴും ലൈവ് ആയതുകൊണ്ടാണ്. കാര്യം നിങ്ങൾ ഫിറോസുമായിട്ട് ഡിവോഴ്സ് ആയിട്ടില്ല, അയാളുടെ ഭാര്യയുമായിട്ട് ഡിവോഴ്സ് ആയൊന്നും അല്ല. വൈഫിന് എന്തോ സുഖമില്ലാന്ന് മാത്രം കേൾക്കുന്നുണ്ട്, അല്ലാണ്ട് ഡിവോഴ്സ് ചെയ്യുന്നതല്ല. ആൾക്ക് ഫാമിലി ഉണ്ട്, മക്കളുണ്ട്, നിങ്ങൾക്കും മക്കളുണ്ട്. ഫിറോസ് ഇപ്പോഴും നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. ലീഗലി നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്, പക്ഷേ ലീഗലി ഭർത്താവാണ്. ആ സാഹചര്യത്തിൽ ഇത്തരമൊരു പോസ്റ്റ് വന്നപ്പോൾ ആൾക്കാരുടെ വിമർശനം കൂടി
വിമർശനം കൂടിയപ്പോൾ നിങ്ങൾ ഇതേ വന്നിരുന്ന് ന്യായീകരിക്കും. ബാക്കി കേൾക്കാം. എടുത്തിട്ട് ഇപ്പം കാരണം അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ ഡിലീറ്റ് ചെയ്തത് എപ്പോഴാണ്? ഇന്നലെ രാവിലെ ഡിലീറ്റ് ചെയ്തില്ലേ? മിനിഞ്ഞാന്ന് പോസ്റ്റ് വന്നു, ഇന്നലെ രാവിലെ ഡിലീറ്റ് ചെയ്തില്ലേ? ഈ ഡിലീറ്റ് ചെയ്തപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് പുറത്ത് പറയാമായിരുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോയിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് വൈകുന്നേരമായിരിക്കും. എല്ലാവരും വിമർശിക്കുന്നു, കമൻറ്റ് ബോക്സ് എതിരാണ്. ഇങ്ങനെ വന്നപ്പോഴേക്കും ആ ഭാഗത്തുനിന്ന് പ്രഷർ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ആള് ലോകമറിയുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഓസ്കാർ അവാർഡ് വിന്നറാണ്. ഇത് അയാളുടെ പേരിനെ കളങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വിവാഹം കഴിക്കാതെ ഒരു പെൺകുട്ടീനെ ആക്കി എന്ന് പറയുമ്പോൾ അത് ഫാമിലി നിൽക്കവേ അയാളുടെ പേരിനെ ബാധിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ ഇതേ വന്നിരുന്നു ന്യായീകരിക്കുന്നു. ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? അവനവൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരോ, നിങ്ങളുടെ ഫോണിൽ ആക്സസ് ഉള്ള ആരോ, ഇൻസ്റ്റാഗ്രാമിലല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആക്സസ് ഉള്ള ആരോ ആണ് ഈ പരിപാടി ഒപ്പിച്ചിരിക്കുന്നത്. ഇനി ബാക്കി കേൾക്കും. കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാനിത് കേസ് വഴി തന്നെ മൂവ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഇത്രയും വൃത്തിയായിട്ട് രീതിയിലുള്ള എന്നെ കുറേ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ കുറേ അനാവശ്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, എന്നെയും അദ്ദേഹത്തെയൊക്കെ വെച്ചിട്ട്. ഈ സംസാരിക്കുന്നു പറഞ്ഞാൽ ഈ സംസാരിക്കാനുള്ള വഴി ഒരുക്കി കൊടുത്തത് ആരാണ്? എനിക്കത് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കാനുള്ള വഴി ഒരുക്കി കൊടുത്തത് ആരാണ്? അന്ന് തന്നെ നിങ്ങളാണ് ലൈവിൽ വന്ന് സംസാരിക്കുന്നത്. അതിനുശേഷം നിങ്ങളാണ് എക്സ്പ്ലനേഷനായിട്ട് വരുന്നത്. ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാളില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ നിലവിലുള്ള ലീഗലി ഉള്ള ഹസ്ബൻഡ് വന്ന് പറയുന്നു അങ്ങനെ ഒരാളുണ്ട്, ആ ആള് ഇന്ന ആളാണെന്നുള്ള ഒരു ഇൻഡയറക്ട്ലി ഒരു സംസാരം അവിടെ സംസാരിച്ച് വെക്കുന്നു. കർമ്മയാണ്, കർമ്മ തിരിച്ചടിക്കും, അത് അപ്പടി ഇപ്പടി എന്നൊക്കെ പറയുന്നു. അതിനും മറുപടിയായിട്ട് നിങ്ങൾ വരുന്നു. അപ്പം ഇങ്ങനെ ഇതൊരു വിവാദമാക്കി മാറ്റിയത് ആരാണ്? ജനങ്ങളാണോ? നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. നിങ്ങളുടെ കുടുംബ പ്രശ്നം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിച്ചപ്പോൾ ആൾക്കാർ സംസാരിക്കുന്നു. ഓക്കെ, അല്ലാണ്ട് ഇതാരും നിങ്ങളുടെ കുടുംബത്തിനകത്ത് വന്നിട്ട് ചെകഞ്ഞെടുത്ത കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ പുറത്ത് വിടുന്ന കാര്യങ്ങളാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ബാക്കി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലും അല്ല ഞാൻ. നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി, ആ ഒരു സ്റ്റോറി ഇട്ടു, അത് അവിടെ കഴിഞ്ഞു, നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് കുറച്ച് പേരെടുത്ത് വെച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ ആൾക്കാർ അഭിപ്രായം പറഞ്ഞു, ആ പ്രശ്നം അവിടെ അവസാനിച്ചു. പക്ഷേ ഇവിടെ നിങ്ങൾ വീണ്ടും മണ്ടത്തരം കാണിക്കുകയാണ്. ഹാക്കറാണ് ഞാനെന്ന് പറഞ്ഞിട്ടില്ല, ഹാക്ക് ചെയ്തുകൊണ്ട് പോയതാണ്. മണ്ടത്തരം കാണിക്കുമ്പോൾ ആലോചിക്കുക. ഇവിടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അവരിതിനെ പൊക്കിക്കൊണ്ട് വരുമെന്ന് ആലോചിക്കുക. എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് പേര് ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, സജിനയുടെ പേഴ്സണൽ ഫോട്ടോ എങ്ങനെ ഹാക്കറുടെ കയ്യിലേക്ക് പോയി? അതിന് സജിനയ്ക്ക് മറുപടി ഉണ്ടോ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അല്ല ഫോൺ ഹാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാമായിരുന്നു. ഫോൺ ഹാക്ക് ചെയ്തു, ഫോട്ടോസ് എടുത്തുകൊണ്ട് പോയി, അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് എടുത്തു, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തു, അങ്ങനെ എന്ത് ചെയ്തു, ഈ സ്റ്റോറി അങ്ങ് ഇട്ടു നിങ്ങളെ നാട്ടിക്കാൻ വേണ്ടി എന്ന് ചിന്തിക്കാം. പക്ഷെ അപ്പോഴും 9 വീക്സ് അവിടെ കിടപ്പുണ്ട്. അത് ഹാക്കർക്ക് എങ്ങനെ മനസ്സിലായി? ഇനി ഇതെല്ലാം ഹാക്ക് ചെയ്ത് സംഭവിച്ചതാണെന്നൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ ശരി വെച്ചാൽ പോലും അത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്കിടയിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അന്വേഷിക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ ആക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആക്സസ് ആർക്കൊക്കെ ഉണ്ടെന്ന് ആലോചിക്കുക, അന്വേഷിക്കുക, അവരെ പിടിച്ച് കുടയുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ജനങ്ങളെല്ലാം കുറ്റപ്പെടുത്തേണ്ടത്. ജനങ്ങൾ മുന്നിൽ കാണുന്നതിന് അഭിപ്രായം പറയുന്നു, അതിന് നിങ്ങൾ ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ സറൗണ്ട് ക്ലിയർ ചെയ്യുക, ആദ്യം ക്ലീൻ ചെയ്യുക. നിങ്ങൾക്കിട്ട് പണിയുന്ന ആരാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരിൽ നിന്ന് അത് ചകഞ്ഞെടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് തോന്നിയവാസം കാണിച്ചിട്ട് പിന്നെ വന്നിട്ട് അതെടുത്ത് പറയുന്നതല്ല കുറ്റപ്പെടുത്തേണ്ടത്. ബാക്കി പറ. മാനസികാവസ്ഥയിൽ നിന്ന് ഞാൻ അങ്ങേയറ്റം തളർന്നിരിക്കുക. ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഓരോ ട്രോമയിൽ നിന്ന് ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. എന്നെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ആര് കൊല്ലാക്കൊല ചെയ്താലും ഞാൻ ജീവിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കും. ചുമ്മാ ഇതാരും ആയിക്കോട്ടെ, ഞാൻ ആരാണെന്ന് ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ നാളെ സ്റ്റേഷനിൽ പോയിട്ട് ഈ സർവീസ് സെല്ലിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എടുത്ത് ഇതാരായാലും ഇത് എന്തായാലും ഞാൻ പൊക്കിയെടുത്ത് വരും. ഇതാരാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ ഹാക്ക് ചെയ്തത് ആരാണ്, ആരൊക്കെയാണ് ഇപ്പം എനിക്ക് എൻ്റെ സംശയങ്ങൾ ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല. എനിക്ക് പല ആൾക്കാരെ സംശയമുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ തന്നെ എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളും ഉണ്ട്. പക്ഷെ ഇതാ എങ്ങനെയുണ്ട്? എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആയിരുന്ന പല അക്കൗണ്ടുകളുണ്ട്. ഇപ്പം നമ്മുടെ അക്കൗണ്ട് നമ്മളല്ലേ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ? ഇനി എത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ അത്രയും വേണ്ടപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുമായിരിക്കും, ഒരാളെ ഏൽപ്പിക്കുമായിരിക്കും. അല്ലാണ്ട് പല ആൾക്കാരിലേക്ക് കൊടുക്കൂ? എനിക്കറിയില്ല. അങ്ങനെ ചെയ്യുന്നതിന് മണ്ടത്തരമാണ് അല്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇത്രയും ആൾക്കാരെ പിടിച്ചൊന്ന് കുടയുക. സൈബർ സെല്ലോ എവിടെയാണെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ പിടിച്ചൊന്ന് കുടയുക. അതിൽ നിന്ന് ഉത്തരം കിട്ടുവാണെങ്കിൽ അതും പബ്ലിക്കിൽ പറയണം. എന്തായാലും ഇത് പബ്ലിക് ആയല്ലോ, അപ്പോൾ അതും വന്ന് പബ്ലിക്കിൽ പറയണം ആരാണ് എന്താണ് ഏതാണെന്നുള്ളത്. അല്ലാണ്ട് ഇത് വെറുതെ ഒരു ന്യായീകരിക്കാനാണെങ്കിൽ ഇത് മണ്ടത്തരായി പോയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത് കൂടുതൽ കേൾക്കാൻ വേണ്ട, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോ, നിങ്ങളുടെ മിറർ സെൽഫി, ആ സാധനം എടുത്ത് അതിൻ്റെ കൂടെ മറ്റേ ആളുമായിട്ടുള്ള ഫോട്ടോ, അതും പേഴ്സണൽ ഫോട്ടോയാണ്, വേറെ എവിടെയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എവിടെയും കണ്ട ഫോട്ടോയല്ല. ആ ഫോട്ടോയും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനൊരു സ്റ്റോറി മെനഞ്ഞുണ്ടാക്കണമെങ്കിൽ നിങ്ങളല്ല അത് ചെയ്തെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ആയിരിക്കും. ഇത് എനിക്ക് തോന്നിയ കാര്യത്തിലാണ്. നിങ്ങളല്ല എന്നാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നെങ്കിൽ, പക്ഷേ എല്ലാം നിങ്ങളുടെ തിങ്സ് തന്നെയാണ്. നിങ്ങളുടെ കൈ കിടക്കുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും എല്ലാം നിങ്ങളുടെ തിങ്സ് തന്നെയാണ്. ആ സാധനം
ഹാക്കർക്ക് എന്തായാലും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പാസ്വേഡുള്ള ആരോ, നിങ്ങളല്ലെങ്കിൽ മറ്റാരോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയായിരിക്കും. അത് നിങ്ങൾ തെളിയിക്കുക. അല്ലാണ്ട് ഈ ഹാക്ക് ചെയ്യുമ്പോൾ അത് ഹാക്ക്ഡ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളിപ്പം ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും അതിനകത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കും. അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അതെങ്കിലും കാണിക്കുക. നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ വെറുതെ വായിക്കൊണ്ടെന്ന് പറയുകയാണ്, ഹാക്ക് ചെയ്തുകൊണ്ട് പോയി അങ്ങനെ സംഭവിച്ചതാണ്, എനിക്കതേക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയുവാണ്. എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? കാര്യം ഇന്ന് പോസ്റ്റ് ഇടുന്നു, നാളെ ഡിലീറ്റ് ചെയ്യുന്നു, ഇന്ന് പോസ്റ്റ് ഇടുന്നു, നാളെ ഡിലീറ്റ് ചെയ്യുന്നു. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. ഒരു വ്യക്തിയോട് ദേഷ്യം വരുമ്പോഴേക്കും നിങ്ങൾ പോസ്റ്റ് ഇടും, ആ വ്യക്തിയോട് അത് കോംപ്രമൈസ് ആകുമ്പോഴേക്കും ഡിലീറ്റ് ചെയ്യും. ഇത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അപ്പോൾ പിന്നെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും? ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, പക്ഷേ ജനങ്ങളെ പൊട്ടം വരാക്കരുത്, അത്രേ ഉള്ളൂ. ജനങ്ങളെല്ലാം വിഡ്ഢികളാണെന്നുള്ള ധാരണ ഇനിയെങ്കിലും മാറ്റി വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.